ഹലോ ഗായ്സ്, നമ്മൾ ജയ്സൽമേർ ഫസ്റ്റ് ഡേ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. തലയിൽ തൊപ്പിക്കുന്നു. നമ്മൾ ടെൻറ്റിലാണ് താങ്ക് യു. താക്കോല് കൈ വെക്കണം, സൂക്ഷിച്ച് വെക്കണം. നമ്മൾ താമസിച്ച് നമ്മൾ ടെൻറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. ഏത് അച്ഛൻ നിനക്ക് സപ്പോർട്ട് വേണ്ടേ? വേണ്ട. നീ എന്താണ് ആ ടെൻറ്റ് നിൽക്കുന്ന? നീ ഒളിച്ചിരിക്കുക. ഇതിനകത്തുനിന്ന് ഇനിയിപ്പോൾ നമ്മൾ ലോക്ക് ചെയ്ത് ഇനിയിപ്പോൾ പൊന്തി വരുന്നു. നീ ഇത് എവിടെ നിന്നൊക്കെ വരുന്ന? നമ്മൾ മണലാരണ്യത്തിലാണ് താമസിക്കുന്നത്. എല്ലാവരും നമ്മളോട് പറയായിരുന്നു, രാജസ്ഥാൻ നിങ്ങൾ മണലാരണ്യത്തിലല്ല ജോലി ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴാണ് നമ്മൾ ശരിക്കുള്ള മണലാരണ്യത്തിൽ എത്തിച്ചേർന്നത്, കാണാൻ പോകുന്നത്. അതെ, ഈ മണലൊക്കെ വെറുതെ ഉള്ള മണലാണ്. ശരിക്കുള്ള മണലാണിത്. അത് വൈക്കത്ത് ലോറി പിടിച്ചിട്ട് കൊണ്ടുപോയിട്ടത്. ഇവിടുന്ന് ലോറി പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി. സോ നമ്മുടെ ജീപ്പ് വരുന്നുണ്ട്. നമ്മുടെ ജീപ്പ് എവിടെ തിരിയേ? നമ്മുടെ ജീപ്പ് ഇതിൻ്റെ കാർ. നമ്മൾ മരുഭൂമിയിലോട്ട് പോവാണ്. മരുഭൂമിയിൽ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. എന്തൊക്കെയാണ്? ജീപ്പ് സഫാരി ഉണ്ട്, ക്യാമൽ റൈഡ് ഉണ്ട്. ഈ 2 സാധനങ്ങളുണ്ട്. അല്ലാണ്ട് നമുക്ക് ഇതിന് അഡീഷണലായിട്ട് നമുക്ക് എന്തെങ്കിലും റൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അത് നമ്മുടേതായ എക്സ്പെൻസിൽ തന്നെ എടുക്കണം. അല്ലാണ്ടുള്ള നമ്മൾ പാക്കേജ് എന്ന് പറയുന്നത് അത് നമ്മൾ ഓസിന് വന്നതാണ് ഇപ്പം. ഓക്കെ. അല്ലാണ്ട് നമ്മൾ ബൈക്ക് റൈഡ് ഇട്ടിരിക്കുന്ന മാല അതെ എല്ലാം നമ്മൾ പണയം വെച്ചിട്ട് വേണം നമ്മൾ ഇവിടുന്ന് പോവാൻ. അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും കഴുകി കൊടുക്കേണ്ടി വരുമായിരിക്കും. അടുക്കള പോലും ഇല്ല. ഇവർ വിചാരിക്കും ഞാൻ വലിയ വ്ളോഗറാണ്. 53 സബ്സ്ക്രൈബറുള്ളൂ എന്ന് എനിക്കല്ലേ അറിയുള്ളൂ. വട്ടിയാ എൻ്റെ പോസ്റ്ററി, എൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ അവർക്ക് മനസ്സിലാവും. ഒരു 50 ഒക്കെ ഉണ്ടെന്നോ? 50 ഉണ്ടെന്നോ? അത്ര തന്നെ കണ്ടാൽ പറയുള്ളൂ. ബാക്കിൽ നീല ആകാശം. ഇതിൻ്റെ മണ്ടക്ക് നമുക്കിതിൻ്റെ മണ്ടക്ക് നിൽക്കാം. ഇങ്ങനെ നിൽക്കാം. അപ്പം നല്ല വ്യൂ കിട്ടും. ശരിക്കും ഇതൊക്കെ എന്ത് വലിയ ഇവൻ്റെ പുതിയൊക്കെ പറന്നു പോകുന്നു. അയ്യോ ഗൈസ്, നമ്മൾ മണലാരണ്യത്തിലെത്തി. ഇതാണ് ഗൈസ് മണലാരണ്യം. നമ്മൾ ATV ബൈക്കിൽ കയറി 2000 രൂപ പെർ പേഴ്സൺ മേടിച്ച് ലോങ് ട്രിപ്പിന്. ലോങ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ വലിയ ദൂരമൊന്നും ഇല്ല. ഒരു 5-10 മിനിറ്റ് കൊണ്ടുപോകും. 10 മിനിറ്റ് പോലും ഇല്ല. എന്നിട്ട് 2000 രൂപ മേടിച്ച് ഗൈസ് അതിനുള്ളില്ല. ബോർഡറൊക്കെ കാണിക്കും. ബോർഡറും കാണിച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു തന്നു. എനിക്ക് സസ്തയാണെന്ന് പറഞ്ഞു, പക്ഷേ സസ്തയായിട്ട് എനിക്ക് തോന്നിയിട്ട് അങ്ങനെ. എടി ഞാനാ നിന്നെ നയിക്കുന്ന, മനസ്സിലായോ? നിന്റെ ഒട്ടകത്തിന്റെ കയർ എൻ്റെ കയ്യിലാ. അമ്മ ഇങ്ങോട്ടോക്ക് ഉണ്ടല്ലോ അല്ലേ ഇതിനകത്ത്. നമ്മള് ഒട്ടകപ്പുറത്ത് കയറിയിട്ട് അതെ. എന്റെ ഒരു കൈവെള്ളയിലായിരുന്നു ഇവളുടെ ഒട്ടകം. അതുകൊണ്ട് എന്റെ ഒട്ടകം മര്യാദക്ക് പോകേണ്ട ഒട്ടകമാണെങ്കിൽ ഇങ്ങനെ പൊക്കോണ്ടിരുന്നത്. ഓടി ഭ്രാന്തി.
गिलास ले लो ठीक है रोज वाटर इसमें डालूं വീട്ടിലൊരു തേങ്ങയൊക്കെ നമ്മുടെ പിടിച്ചിട്ടുണ്ട് ഞാൻ അവിടെ പാടുന്നില്ല ഇതിനകത്ത് ओ आ गया मेरी आँखों में बुद्धि वालों रे नवा ये जोड़ी रो जबा